വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻ്റ് ഭാഗമായിട്ട് ഞങ്ങൾ നവംബർ 8-ാം തീയതി ഫൈൻ ആർട്സ് ഹാളിൽ 9 മണി തുടങ്ങി ഉച്ച കഴിഞ്ഞ് 4 മണി വരെയും നടത്തുന്ന ഒരു സംഗമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നിങ്ങളോട് സംവദിക്കാൻ എത്തിയിരിക്കുന്ന ഇവിടുത്തെ ഈ ചെയറിലിരിക്കുന്നവരുടെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ കൺവീനറാണ്. ജോസഫ് അമ്പലത്തിങ്കൽ, അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ജൂലി അലക്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ. ഞാൻ ആൻ്റണി പുതുശ്ശേരി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും ബഹുമാനപ്പെട്ട മത്തായി മുതിരേന്തി അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി അവരുടെ മൈക്ക് കൈമാറുന്നു. സുഹൃത്തുക്കളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡിൻ്റെ തീരുമാനത്തിനൊപ്പവും മാർപ്പാപ്പായുടെ തീരുമാനത്തിനൊപ്പവും കുർബാന കർമ്മ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന വിശ്വാസികളുടെ നേതൃത്വത്തിലുള്ള പല സംഘടനകളുണ്ട്. ആ പല സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റ്. അതിൽ കാലാകാലങ്ങളായി വിശ്വാസ സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് ഞങ്ങൾ പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ സഭാ നേതൃത്വത്തെ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഫൈൻ ആർട്സ് ഹാളിൽ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ചുരുങ്ങിയത് 1000 പേരെങ്കിലും പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ ധാരാളം പേര് പ്രസംഗിക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് വായിക്കാൻ ഞാൻ. ഏകീകൃത കുർബാന വിശ്വാസികളുടെ അവകാശമാണെന്നും ഏതായാലും വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയെയും ദേവാലയങ്ങളെ അവഹേളിക്കുന്നതിനും നിയമലംഘനം നടത്തുന്നതിനും ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ മാസം 8-ന് അതിരൂപത വിശ്വാസ സംരക്ഷണ സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഇത് വായിച്ചില്ലെങ്കിലും പത്രത്തിലെല്ലാം വരാറില്ല മോനെ. ശനിയാഴ്ച രാവിലെ 9:30-ന് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ ആരംഭിക്കുന്ന സമ്മേളനം ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി ഉദ്ഘാടനം ചെയ്യും. ജോർജ് പുല്ലാട്ട്, അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, വൈദികർ, അൽമായ നേതാക്കൾ തുറന്നിരിക്കുക. ആ കൂട്ടത്തിൽ ഞങ്ങൾ ജോസ് മാണിപ്പറമ്പലച്ചനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് ചിലർ വിലക്കുന്നെന്ന് പറഞ്ഞു. മിക്കവാറും 90% അദ്ദേഹം വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതാനും വർഷങ്ങളായി അതിരൂപതയിൽ നിലനിൽക്കുന്ന വൈദിക ലഹള മൂലം സഭയ്ക്കും വിശ്വാസത്തിനുമേറ്റ ക്ഷതവും അവയ്ക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളിൽ സഭാ പണ്ഡിതന്മാരായ വൈദികരുടെയും അൽമാരുടെയും നേതൃത്വത്തിൽ വിവിധ ചർച്ചകൾ നടക്കും. അതിരൂപത അംഗങ്ങളും പ്രത്യേക ക്ഷണിക്കപ്പെട്ടതുമായ 1500 പരം വിശ്വാസികൾ പങ്കെടുക്കുന്ന പരിപാടി വൈകിട്ട് 4-ന് സമാപിക്കും. സിനഡിൻ്റെയും മാർപ്പാപ്പയുടെയും തീരുമാനങ്ങൾ അവഗണിച്ചും സഭാ തീരുമാനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടും സഭാവിരുദ്ധരുടെ മുഴുവൻ ആവശ്യങ്ങളും അനുവദിച്ചു കൊടുത്ത ശേഷം എറണാകുളത്തെ സമാധാനം പുനഃസ്ഥാപിച്ചായി നടത്തുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും ഭാരവാഹികൾ പറയുന്നു. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇവിടെ ഒരു സമവായം ഉണ്ടായെന്നും ആ സമവായം അനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം തീർന്നുവെന്നാണ് ഇപ്പോഴത്തെ പത്രലേഖകരോടും അല്ലാത്ത മാധ്യമ സുഹൃത്തുക്കളോടും ഞങ്ങളുടെ അതിരൂപത വികാരിയായിരിക്കുന്ന, അതായത് മെത്രാപ്പോലീത്തൻ വികാരിയായ മാർ പാമ്പളാനിയും മാർ തട്ടിലും പറയുന്നത്. അങ്ങനെ അല്ല വസ്തുത. ഞങ്ങളെപ്പോലെയുള്ള സഭയോടൊപ്പം നിൽക്കുന്ന, മാർപ്പാപ്പായോടൊപ്പം നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിന് മരണാനന്തര ക്രിയകൾ നടത്താൻ പോലും ഒരു വൈദികനില്ല, ഒരു ഇടവകയിലും ഇല്ല. 340ഓളം വൈദികർ 430ഓളം വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്. അതിൽ 190 പേർ ഇതുവരെ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെട്ടിട്ടില്ല. 2021 നവംബർ മാസം 27-ാം തീയതി മെത്രാന്മാരുടെ സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ കുർബാന ക്രമം ഇതുവരെ എറണാകുളം അങ്കമാലി ഒരു മിക്കവാറും ഇടവകളിൽ നടപ്പായിട്ടില്ല. 190 പള്ളികളിൽ പകരം വെച്ച്
മറ്റുള്ള രൂപതകളിൽ നിന്നും മറ്റ് സന്യാസ സഭകളിൽ നിന്നും കൊണ്ടുവരുന്ന അച്ഛന്മാരെ കൊണ്ട് ഏകീകൃത കുർബാന എന്ന നാട്യത്തിൽ 3.5 മണിക്കൂർ നടത്തുകയാണ്. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് മരണാനന്തര ക്രിയകൾക്ക് കഴിഞ്ഞ 4 കൊല്ലമായി. ഇപ്പോൾ ഞാൻ മരിച്ചാൽ എനിക്ക് കുർബാനയില്ല, കൂദാശകളില്ല, കർമ്മങ്ങളില്ല. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ സമവായം ഉണ്ടായിട്ടില്ല, ഇവിടെ സമാധാനം പുലർന്നിട്ടില്ല, മാർപ്പാപ്പായുടെ തീരുമാനമോ സിനഡിൻ്റെ തീരുമാനമോ ഇവിടെ നടപ്പായിട്ടില്ല. അത് ജനങ്ങളെ കൂടുതൽ ബോധവാക്കന്മാരാക്കുന്നതിന് വേണ്ടിയാണ് നവംബർ 8-ാം തീയതി നടത്തുന്ന സമ്മേളനം. മാധ്യമ സുഹൃത്തുക്കളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പലവട്ടം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നു. നിങ്ങൾക്ക് അത്ര താല്പര്യമുള്ള വിഷയമല്ലെങ്കിലും പൊതുജനത്തോട് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ. വേറെ ഒന്നുമല്ല, ഈ കത്തോലിക്ക സുറിയാനി സമുദായം ഈ കേരളത്തിലെ പ്രബലമായൊരു സമുദായവും ഒറ്റക്കെട്ടോടുകൂടി കാര്യങ്ങളെ കാണുന്നതുമായൊരു സമുദായമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ നാടിൻ്റെ പല ചലനങ്ങളിലും സാംസ്കാരിക കാര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് വളരെ ഒറ്റക്കെട്ടായിട്ട് ജനസേവനം ചെയ്ത ഒരു സമൂഹമാണത്. ആ സമൂഹത്തെ അതിൻ്റെ ഒരു ചൈതന്യത്തോടു കൂടി നിലനിർന്ന ആ സമൂഹത്തെ ചിതറിക്കുവാനായിട്ട് വൈദികരെന്ന് വിളിക്കുന്ന ഛിദ്രശക്തികൾ കുറച്ചുപേര് കൂടി ചെയ്ത പാതകമാണ് ഞങ്ങൾക്ക് വേദനയുണ്ടാക്കിയിരിക്കുന്നതും. ഇപ്പോൾ ഈ സമുദായത്തിന് ശക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരോ മറ്റ് പലരുമോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ഞങ്ങളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. ഇതിന് കാരണക്കാരായിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു ഭാഗം മാത്രമാണെങ്കിലും ഇവിടുത്തെ ഒരു കൂട്ടം പുരോഹിതര് അവർ നിയമം അനുസരിക്കില്ല, സിവിൽ നിയമങ്ങളോ അല്ലെങ്കിൽ കാനൂനി നിയമങ്ങളോ അനുസരിക്കില്ല, അവർ മാർപ്പാപ്പയെ അനുസരിക്കില്ല, പരിശുദ്ധ പിതാവ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന കുർബാനക്രമം ആരാധനാക്രമം അനുസരിക്കില്ല. എല്ലാത്തിനും അവരുടെ ഇഷ്ടത്തിനും സുഖത്തിനും വേണ്ടി മാത്രം മുന്നേറി പണമുണ്ടാക്കാനും സുഖിക്കാനും മാത്രം വന്നിരിക്കുന്ന ഒരു കൂട്ടരെ ഞങ്ങളുടെ പള്ളികളിലേക്ക് അയക്കേണ്ടതില്ല. പള്ളികൾ ഞങ്ങളുടെ സ്വതന്ത്രമായി ഞങ്ങളുടെ കാരണന്മാർ ഓരോ പള്ളികൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അവരെ അവിടെ നിയമിച്ചിരിക്കുന്നത് ബിഷപ്പാണ്. അതായത് ഒരു സഭയുടെ ആരാധനക്രമം നിശ്ചയിക്കുന്നത് ബിഷപ്പിൻ്റെ കൂട്ടായ്മയാണ്. അത് നടപ്പിലാക്കാനും മാത്രമേ വൈദികന് അവിടെ അവകാശമുള്ളൂ. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഞങ്ങൾ വളരെയധികം കത്തോലിക്ക പുരോഹിതന്മാരെ അനുസരിച്ചു പഠിച്ചു പോയി എന്നതുകൊണ്ട് അവർ ഞങ്ങളെ ഇപ്പോൾ കുറച്ച് പേരെ കയ്യിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. 2 കാര്യങ്ങൾ അൽമായർക്ക് വേണം. പ്രത്യേകിച്ച് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ ആത്മീയമായ അപ്പമാണ്, ആത്മീയമായ ദാഹമാണ്. ആ ദാഹത്തിന് വേണ്ടി മാത്രമാണ് പുരോഹിതനെ ഞങ്ങൾ പള്ളിയിൽ നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കിത് ലഭിക്കുന്നില്ല. ഞങ്ങൾ സഭയുടെ കുർബാനയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒരു വീട്ടിൽ നമ്മളൊരു ബംഗാളിയെ പണിക്ക് വെച്ചിട്ട് അവൻ പറയുകയാണ് ഞാൻ ഇഷ്ടമുള്ള പണിയേ ചെയ്യുള്ളൂ, നിങ്ങൾ എനിക്ക് കൂലി തന്നെ എന്ന് പറഞ്ഞ് കാരണം അവരെ കസേരയിൽ കയറിയിരിക്കുമെന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പറ്റില്ല. കുറച്ച് വൈദികർ എറണാകുളത്ത് ചെയ്യുന്ന ഈ പാതകങ്ങളുടെ സമയം, ചെയ്യുന്ന തിന്മയുടെ കാലഘട്ടം ഇനി ക്ഷമിക്കുന്നതിനപ്പുറം എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ സമുദായത്തെ ഇനിയും ഇതുപോലെ സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവിടുത്തെ മെത്രാൻ സമിതി അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ പാമ്പളാനി പിതാവ്, ഈ സഭയുടെ തലവനായിട്ടുള്ള നമ്മളുടെ മാർ റാഫേൽ തട്ടിൽ പിതാവ്, ഇവർ 2 പേർക്കുമാണ് എറണാകുളത്ത് പ്രധാനമായിട്ടും ചാർജ് ഉള്ളത്. അവർക്ക് ഈ വൈദികരെ തൃപ്തിപ്പെടുത്തിയാൽ മതിയോ? 430 വൈദികരും മോശക്കാരൊന്നുമല്ല, അതിനകത്ത് കുറച്ച് പേരെ പ്രശ്നക്കാരുള്ളൂ. ഇവരെ നിയന്ത്രിക്കാൻ കഴിവില്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്ന ഘട്ടത്തിലേക്ക് ഞങ്ങൾ ചില തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഈ നവംബർ 8-ാം തീയതി നടക്കുന്ന സംഗമം അതിൻ്റെ മുന്നോടിയാണ്. ചില ഉറച്ച തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും. അവിടെ ഭാവിയിൽ എന്ത് ചെയ്യണം? ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തൻ കയറിയിരുന്നുകൊണ്ട് ഞങ്ങളെ ഭരിച്ചാൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ഭരിച്ചാൽ നമ്മൾ ഉന്തി പുറത്തേക്ക് കളയും. പള്ളികൾ സ്വതന്ത്രങ്ങളാണ് ഒരു പരിധി വരെ. അവിടുത്തെ ഭരണക്രമങ്ങൾ, സാമ്പത്തിക ഇടപാടുകളൊക്കെ ഞങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിരൂപതയിൽ ചില നിയമസംഹിത കൊണ്ടും അതിൻ്റെ ചില 1/3 അവരുടെ നോമിനേഷനാണ് പുരോഹിതൻ്റെ, അതും വെച്ചുകൊണ്ടുള്ള കളികളിലെ സാമ്പത്തികവും ആത്മീയമായ കാര്യങ്ങളിൽ സഭ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അവരിഷ്ടം പോലെയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ രൂപതയുടെ ഭാഗമായിട്ടുള്ള ആത്മീയത ലഭിക്കുന്നില്ല. ഞങ്ങളിതിനെ ഇനി ചെറുക്കും. അത് എത്തരത്തിലാണ് ചെറുക്കുന്നുള്ള ഒരു വലിയൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉച്ച കഴിഞ്ഞ് നമ്മൾ നോക്കുക, 3:30 മണിക്ക് സഭയുടേത് കുർബാനയാണ്. 3:30 മണിക്കാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുർബാന ക്രമം അതിരാവിലെയാണ് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകുന്നത്.
അവർക്ക് ഇഷ്ടമുള്ള കുർബാന രാവിലെ ചെല്ലുന്നു. ഞങ്ങളവർക്ക് കൂലി കൊടുക്കുന്നുണ്ടെന്നേ. ഓരോ പള്ളിയിൽ നിന്ന് അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന അവർ അതിന് നിശ്ചയിച്ചിട്ട് പണം കൊടുക്കുന്നുണ്ട്, ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, മറ്റ് എല്ലാ കാര്യത്തിനുമുള്ള പണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അതിരൂപത പറയുന്ന ഈ സഭ പറയുന്ന കാര്യമല്ല വൈദികം ചെയ്യേണ്ടത്. വൈദികരെ എല്ലാവരും കൂടി 430 വരെ എറണാകുളം തിരുപ്പതിയിലുള്ളൂ. അവരിൽ 10, 50 അല്ലെങ്കിൽ 100 കൂട്ടിക്കോളൂ. അവരാണ് ഈ വിക്രികൾ ചെയ്യുന്നത്. ഞങ്ങൾ 6,50,000 പേരോളം ഉണ്ട്. ഞങ്ങൾ ചില പണികൾ ചെയ്യേണ്ടി വരും വൈദികരെ. നല്ല വൈദികരിനകത്തുണ്ട്. പക്ഷേ ഇതുപോലെ ധിക്കാരപൂർവ്വം പ്രവർത്തിക്കുന്ന വൈദികരുണ്ടെങ്കിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുവാനുള്ള തീരുമാനമെടുക്കുവാനാണ് ഈ സംഗമം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ദയവായിട്ട് ആ സംഗമത്തിൽ വന്ന് ഞങ്ങളെ കേൾക്കുകയും അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പൊതുജനത്തിന് കൊടുക്കുകയും കൂടി ചെയ്യണമെന്ന് പറയാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. വളരെ വിശിഷ്ടമായിട്ടുള്ള പല അതിഥികളും വളരെ പ്രധാനപ്പെട്ട പ്രാസംഗികരോട് പങ്കെടുക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ പറയുന്നില്ല, അതൊരു രഹസ്യ സ്വഭാവത്തിൽ ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ദയവായിട്ട് അതിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഈ ആശയങ്ങളെ, ഞങ്ങളുടെ തീരുമാനങ്ങളെ ലോകസമക്ഷം അറിയിക്കണം എന്നുകൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ജൂലി. ഞാൻ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള മൂവ്മെൻറ്റിൻ്റെ കോ ട്രഷററാണ്. നമ്മൾ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള ഒരു അവകാശമാണ്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവമാണ് മാർപ്പാപ്പയുടെ കൽപ്പനകൾ ധിക്കരിക്കുക അല്ലെങ്കിൽ അതിന് അനുസരിക്കാതിരിക്കുക, പല കാരണങ്ങൾ പറഞ്ഞിട്ട്. അപ്പം ഈ 2 കാര്യങ്ങൾക്ക് എതിരെയാണ് ഞങ്ങളുടെ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റ് നിലകൊള്ളുന്നത്. ഇപ്പോൾ നവംബർ 8-ാം തീയതി നടത്താൻ പോകുന്ന വിശ്വാസ സംരക്ഷണ സംഗമം എന്ന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് തന്നെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു സംഗമം വഴി പുതിയൊരു ഘട്ടത്തിലേക്ക് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട്. പല പ്രസംഗങ്ങളും പല വിധത്തിലുള്ള പ്രോഗ്രാമുകളും ഇതിൽ ഉണ്ട്. നിങ്ങളെല്ലാവരും വന്ന് കാണാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ എല്ലാവർക്കും കേൾക്കാൻ ശ്രമിക്കാൻ താല്പര്യമുള്ള വിശിഷ്ട വ്യക്തിയായ ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ വരണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും. വിശ്വാസ കൂട്ടായ്മയുണ്ട്. അങ്ങനെ പലരും കൂടിയതാണ് ഈ വൺ ചർച്ച് വൺ കുർബാന. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ഈ 16 ഭവനങ്ങളിൽ ഉൾപ്പെട്ട ഏതാണ്ട് 350-ൽ പരം പള്ളികളുണ്ട്. ഈ 350-ൽ പരം പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളായിരിക്കും ഈ വരുന്ന ശനിയാഴ്ച 8-ാം തീയതി ഈ ഫൈനാൻസ് ഹാളിൽ വരുന്നത്. അത് നമ്മൾ വളരെ സംയുക്തമായിട്ട് എല്ലാ സംഘടനകളും, ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ CNA എന്ന സംഘടന ഞങ്ങൾ വേറിട്ട് കാണുന്നില്ല. പക്ഷേ അവർ വേറെ നടത്തുന്നുണ്ടാവും, അത് ഞങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇത് നടക്കുന്നത് നമ്മുടെ 350-ൽ പരം പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ അന്ന് ഫൈനാൻസ് ഹാളിൽ 8-ാം തീയതി 9 മണി തുടങ്ങി 4 മണിയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അവരെല്ലാവരും എത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അത് ഒരു 16 ഫറോയിൽ നിന്നുള്ള പ്രതിനിധികൾ എല്ലാവരും ഉണ്ടാവും. കാരണം ഇതൊരു അവകാശ സംരക്ഷണ സമിതി ഒരു സംഗമമാണ്. അതിന് എല്ലാവർക്കും അവകാശ സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള എല്ലാ പ്രതിനിധികളും എല്ലാ ഇടവക സമൂഹത്തിലെ അംഗങ്ങളും ആ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ആ സംഗമത്തിലേക്ക് നിങ്ങൾ പത്രാധിപരായ എല്ലാവരെയും ഞങ്ങൾ ആ സംഗമത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്.